കഴിഞ്ഞ ദിവസം ആശീർവാദ് സിനിമാസ് ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. അതായത് 27-ാം തീയതി എല്ലാവരും സിനിമ കാണാൻ വരുമ്പോൾ നമുക്കൊരു ഡ്രസ് കോഡ് പാലിച്ചാലോ എന്നുള്ളതായിരുന്നു ആ ചോദ്യം. എല്ലാവരും കറുത്ത ഡ്രസ്സിൽ വരണം എന്നുള്ളത് ആശീർവാദ് സിനിമാസ് മുന്നോട്ട് വെച്ചു. ആ മുന്നോട്ട് വെച്ച പോസ്റ്റിന് കമന്റുകളായി എല്ലാ ആരാധകരും സ്വാഭാവികമായും ഞാനും കറുത്ത ഡ്രസ്സ് ഇടാം, കറുത്ത ഷർട്ട് ധരിക്കാം എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയപ്പോഴേക്കും പൃഥ്വിരാജ് സുകുമാരൻ ഒരു കമന്റുമായി എത്തി. അതായത് പൃഥ്വിരാജ് പറയുന്നത്, ആ കാര്യം ഞാൻ ഏറ്റു, ലാലേട്ടനെയും കൊണ്ട് ഞാനത് ചെയ്യിപ്പിക്കാം എന്നുള്ളതായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞ ആ കമന്റ്. അതിന് പിന്നാലെ തൊട്ട് താഴെ ലാലേട്ടൻ വന്നതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഞാനും റെഡിയാണ്, ഞാനും ഇതിൽ ഭാഗമാകാം, പക്ഷെ ഞാൻ സ്റ്റീഫനായിട്ട് വരണമോ അതോ ഖുറേഷിയായിട്ട് വരണമോ എന്നതായിരുന്നു ചോദ്യം. അതായത് ഖുറേഷിയായിട്ട് വരുമ്പോൾ നമ്മൾ ട്രെയിലർ കാണുന്നത് പോലെ തന്നെ ഈ കറുത്ത ജാക്കറ്റ്, കറുത്ത ടീഷർട്ട്, കറുത്ത ജീൻസ് ഒക്കെ ധരിച്ച വളരെ ഒരുപാട് ലോകം ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ കിടക്കുന്ന ഖുറേഷി അബ്രാം എന്ന കഥാപാത്രമായിട്ടാണല്ലോ വരുന്നത്. മറുഭാഗത്ത് സ്റ്റീഫൻ നെടുമ്പള്ളി ആവട്ടെ വെള്ളയും മാത്രം ധരിച്ച് വരുന്നത് ഒരു പക്കാ രാഷ്ട്രീയക്കാരൻ എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പക്ക പൊളിറ്റീഷ്യനായിട്ട് കാണേണ്ടി വരും. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴേക്കും എങ്ങനെയാണ് എന്നുള്ളതാണല്ലോ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരുമ്പോഴാണ് ഒരു പ്രസക്തമായ ചോദ്യം വരുന്നത്. ഖുറേഷി അബ്രാം, ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ലൂസിഫർ ഓർമ്മ വരും, ലൂസിഫറിലെ പല ഭാഗങ്ങൾ ഓർമ്മ വരും. ഇതെല്ലാം ഓർമ്മ വരുമെങ്കിൽ പോലും ഈ ഖുറേഷിയും അബ്രാമും രണ്ടുപേരാണോ, ഇത് ഒരാളാണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഖുറേഷിയും അബ്രാമും രണ്ടുപേരാണ്, ഇത് രണ്ടും ഒരാളല്ല. എനിക്ക് തോന്നുന്നു എമ്പുരാൻ കാണാൻ പോകുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം പേർക്കും ചിലപ്പോൾ ഇത് അറിയാമായിരിക്കും, അല്ല സിനിമ ഡീകോഡ് ചെയ്ത് കാണുന്ന പലർക്കും ഇത് നേരത്തെ അറിയാവുന്ന കാര്യവും കൂടിയായിരിക്കും. അതായത് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇപ്പോഴും ഖുറേഷി അബ്രാം എന്ന വ്യക്തി ഒരൊറ്റ ആൾ ആണെന്നുള്ളതാണ്. പക്ഷേ ഖുറേഷി ഒരാളും അബ്രാം ഒരാളുമാണ്. ഞാൻ വേറെ വലിയ തല പുകഞ്ഞ് ആലോചിക്കുന്ന ഒന്നുമില്ല. ലൂസിഫർ എന്ന സിനിമ നിങ്ങൾ വീണ്ടും കണ്ടിട്ടുണ്ടെങ്കിൽ 20-ാം തീയതി അതിൻ്റെ റീ റിലീസ് ഉണ്ടായിരുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾ വീണ്ടും അതൊന്ന് കാണുക. അത് ഫുള്ള് കാണണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ ഫസ്റ്റ് ഷോട്ട്, ഈ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടിൽ വരുന്നൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്റർപോളിൽ നടക്കുന്ന ഒരു ഷോട്ടായിട്ടാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു ഓഫീസർ കൃത്യമായി ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുമ്പോഴേക്കും മിഷേൽ ഇറ്റ്സ് അബ്രാം എന്ന് പറയുന്നിടത്ത് നിന്നാണ് അവിടെ നിന്ന് ഇന്റർകട്ട് ചെയ്ത് വീണ്ടും അടുത്ത സീനിലേക്ക് പോകുന്നത്. ആ മിഷേലിനെ വിളിക്കുന്ന കോളിന് മുന്നേ പുള്ളി ഈ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിനകത്ത് ആ സ്ക്രീൻ നമ്മൾ എടുത്ത് നോക്കുകയാണ്, അതായത് കമ്പ്യൂട്ടർ സ്ക്രീൻ തന്നെ നോക്കണം. അതിനകത്ത് ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ ഒരു ചോദ്യം വരുന്നുണ്ട്, ഖുറേഷി അബ്രാം ഡുവറ്റ് ഓർ സോളോ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുകൊണ്ടാണ് ആ ചോദ്യം. അതായത് രണ്ടുപേരാണോ അത് ഒരാളാണോ എന്നുള്ളതാണ് ചോദ്യം. ആ വാർത്തയുടെ ഡീറ്റെയിലേക്ക് വരുമ്പോഴേക്കും അതിനകത്ത് പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്. അതായത് ആ സ്ക്രീനിൻ്റെ ഏറ്റവും അവസാനത്തെ സെൻറ്റൻസ് ആണ് കേട്ടോ. US French spy satellite has been able to find images with matching description of the leadership of the gang. Qureshi and Abram are two different individuals. അതായത് ഇത് ഒരാളല്ല, ഇത് രണ്ടുപേരാണ് എന്നുള്ളത് പറഞ്ഞു വെക്കുകയാണ് അവർ ആ പേപ്പർ കട്ടിങ്ങിലൂടെ തന്നെ. അതായത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത് എത്രമാത്രം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് എത്ര വളരെ സസൂക്ഷ്മം. കാരണം നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, ഒരു പേപ്പർ കട്ടിംഗ് ഒക്കെ വരുമ്പോഴേക്കും അതിൻ്റെ തലക്കെട്ട് മാത്രം വലുതായതുകൊണ്ട് അത് ആ സിനിമയുമായി ബന്ധപ്പെട്ടതായിരിക്കും. പക്ഷെ ബാക്കി വാർത്ത എന്നൊക്കെ പറയുന്നത് ആ തലക്കെട്ടുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു വാർത്തയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരു സിനിമയിലൊക്കെ വരുമ്പോഴേക്കും ആളുകൾ നിർത്തി പോസ് ചെയ്ത് ഡീകോഡ് ചെയ്യും എന്നുള്ളതൊക്കെ പൃഥ്വിരാജിനും അറിയാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ വരുന്നത്. ഖുറേഷി ഹൈഫൻ അബ്രാമാണ്, ഇത് ഒരാളല്ല, ഇത് രണ്ടുപേരാണ്, ഇതൊരു വാസ്തവമാണ്. അപ്പോൾ അതാരാണ്, ആ റോൾ ആരായിരിക്കും ചെയ്തത്? ഖുറേഷി ആയിട്ട് ഒരാളാണ് വരുന്നതെങ്കിൽ അബ്രാം ആരായിരിക്കും, അല്ലെങ്കിൽ അബ്രാമാണ് ലാലേട്ടനെങ്കിൽ ഖുറേഷി ആരാണ്, ഖുറേഷി ലാലേട്ടാണെങ്കിൽ അബ്രാം ആരാണ്? അത് ഈ ചോദ്യങ്ങളൊക്കെ തന്നെ, കാരണം മണിക്കൂറുകൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും സ്വാഭാവികമായി ഇത്രയും വലിയൊരു ഹൈപ്പ് ജനറേറ്റ് ചെയ്തൊരു സിനിമ, ഇന്ത്യൻ സിനിമയിൽ ഒട്ടാകെ തന്നെ ജനറേറ്റ് ചെയ്ത ഒരു സിനിമയ്ക്ക് അകത്തേക്ക് ചൂഴ്ന്ന് നോക്കുമ്പോഴേക്കും ഇതിനെപ്പറ്റി ഒരുപാട് ചോദ്യങ്ങൾ, സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ സസ്പെൻസുകൾ പുറത്ത് വരാതെ ഇരിക്കട്ടെ. എല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിൽ തന്നെ സിനിമ മാറട്ടെ എന്നും കൂടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നാളെ നിങ്ങൾ പോകുന്ന തിയേറ്റർ ഏതാണ്, നിങ്ങൾ കാണുന്ന ഷോ ഏതാണെന്നും കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.